ഇന്നലത്തെ മഴയിൽ വെള്ളം നന്നായി കലങ്ങിണ്ട് കേട്ടോ. നമ്മുടെ വാട്ടർ കണക്ഷന്റെ കാര്യമൊന്നും ആയില്ലേ? പല വഴിയും ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് വഴിയില്ലാത്തതുകൊണ്ട് കണക്ഷൻ തരാൻ ഒരു വഴിയില്ലെന്ന് അവര് പറയണത്. ഇനി വേറെ വല്ല വഴി നോക്കാം. വെള്ളം കേക്കണടാ, നിനക്കാരടാ പുല്ല എന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ള അധികാരം തന്നത്? ഹൈ, ഞാൻ പിന്നെ എവിടെ പോയി വെള്ളം കോരാനാ? നീ വേറെ ആരുടെങ്കിലും കെട്ടി പോയി കോരടാ. എന്റെ പറക്കിച്ച ഈ വീടിന്റെ പരിസരത്തുള്ള വീടുകളിലെ കിണറ്റിൽ മുഴുവൻ ഉപ്പുള്ള ഉപ്പായിരിക്കൂടാ. എന്താടാ എന്റെ കിണറ്റിൽ മാത്രം ഉപ്പില്ലാത്തത്? ഇതില് പാറയടാ, പാറ. ഞാൻ എത്ര കോല് താത്തിട്ടാണ് ഈ പാറ കണ്ടതെന്ന് നിനക്കറിയാമോ? അതിൽ നിന്ന് വരണ തെളിനീര് നീ അങ്ങനെ എന്ത് തോന്നിയ അതെടുക്കരുത്. ഞാൻ കുളിക്കാൻ കുളിക്കണ്ടടാ. അതിന്റെ ഉപ്പും വരട്ടി വെയിലത്ത് വെച്ച് ഉണക്ക്. നീ മനുഷ്യനെ കൊണ്ട് ഞാൻ കഴുകിത്തരാടി. പാറയെത്തി. ചേച്ചി കണക്കിന് പോകണല്ലോ ഒരു ആംബുലൻസ് വാങ്ങുന്ന ലാഭം. പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഒരു തവളയെ പോലെ തന്നെ ആയി. നിന്റെ അപ്പൻ വർക്കിച്ച് വന്നിട്ട് പഴയതിലും വലിയൊരു കെട്ടായിട്ട്. വന്നാ നീ ഈ കിണറ്റിന്ന് തന്നെ വെള്ളം കോരിയാ മതി. അയാൾ തടസ്സപ്പെടുത്താൻ വന്നാ നേരെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു. അതെ, ഇതൊക്കെ പോലീസുകാരെ അറിയിച്ച വല്ല പ്രശ്നവും. നീ എന്തിനെങ്ങനെ പേടിക്കണേ? നമ്മളുള്ള കാര്യമല്ലേ പറയണത്. ഞാൻ ഈ പോണ കാര്യം ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ബോംബെക്ക് താമസം മാറ്റും. വെറുതെ എന്തിനാ ചുമ്മമാരുടെ ഇടക്കിടന്ന് നമ്മൾ കോമാളിയാവണത്? അവിടെ ചെന്ന് കച്ചവടം ചെയ്യാനൊക്കെ കുറെ കാശ് വേണ്ടേ? ഇത് അത്ര വലിയ കടയൊന്നും അല്ല. പിന്നെ കുറച്ച് പൈസ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. സാധനങ്ങൾ ക്രെഡിറ്റ് വരും. വിൽക്കണ അനുസരിച്ച് കാശ് കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ വീടും കടയൊക്കെ വിൽക്കാനായിട്ട് ദിനേശിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇനി പുതിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ബോംബെ അല്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം മുझे हिंदी नहीं मालूम. मुंबई की कहानी रे करने के भी दो चार बहाने तू आने दे थोड़ी हवा को तू लगने दे मुंबई है महंगी है मस्ती पर सस्ती भी मिलती है क्यों बे शाना तो बनना ही बनता है अबे ये खुशबू है बोलता की बू है पागल है क्या दिमाग से घायल है क्या टूटी हुई तू पायल है क्या बोल. हाँ भाई साहब, अब ठीक है? बहुत बढ़िया साहब, हम आप ही के इंतजार में थे. देख लीजिए साहब. पता है ना सर जी, ये दुकान माल समेत ही बेचना है. हाँ, सब? देखिए ना. जी हाँ, धन्यवाद. चलिए आइए. एक मिनट. ഹലോ, ഞാൻ ചെമ്പല്ലൂർ റസയ്യ. ആ സാറേ. താങ്കൾ ഇപ്പൊ എവിടെയാണ്? ഞാൻ ഈ മുംബൈയിൽ ഒരു ബിസിനസ് ആവശ്യമായിട്ട് വന്നാ. എന്താ സാറേ? ഈ പ്രസിഡന്റ് ബോംബെയിൽ വരുന്ന സമയത്ത് തന്നെ താങ്കൾ എന്തിനാ ബോംബെ പോയത്? അയ്യോ, പ്രസിഡന്റ് മുംബൈക്ക് വരണുണ്ടോ? അയ്യോ സാറേ, ഞാൻ അറിഞ്ഞില്ല സാറേ. എന്തിനാ സാറേ ഈ പ്രസിഡന്റ് ഇപ്പൊ ഇങ്ങോട്ട് വരണേ? നീ ഇപ്പൊ ബോംബെയിൽ എവിടെ ഉള്ളത്? ഓ, ഞാനിപ്പോ ചോർ ബസാർ. ये किस्मती चंडू है बाबा तू समझेगा ज्यादा पर निकलेगा कम दम पर हमदम तू रोना ना कच्चे को धोना पर खुद को भिगोना ना वाने दे हवा को थोड़ा पास ले. भाई साहब. हेलो सत्यनारायण. हाँ जी, वेलकम टू मुंबई. जाने दे रे होना ही है कोना लिखा है तो कोना ही लगनी है वाट तो लगेगी बेटा इस बात पे फिर क्यों रोना ही है. सोना गड़ा है जमीन के नीचे पर सोना नसीब ना होना भी सच्चे ना लगता तू मचे ना अपन भी बच्चे ना गेम के कच्चे ना लूटे शहर ये बराबर अमेरिकन पोर्चुगीज चाहे. चल हट चल भाई कौन दे चले हट बाजू में. अरे बाबू ये देखो अपने घर में नया मेहमान. भाऊ जेल मध्ये नवीन बकरा आला वाटतं कापायला. भाई जेल में नया बकरा
यूनिफॉर्म में क्यों नहीं? मैं क्रिमिनल नहीं क्यों हूँ? अच्छा, तो कौन है? पुलिस वाला? नहीं। फिर कौन? मुजरिम नहीं तो पुलिस वाला ही होएगा। हाँ हाँ, पुलिस वाला भाई, पुलिस वाला है। तो छोड़ेगा नहीं भाई। भाई, छोड़ने मत दो भाई। पुलिस वाला है ना तू, तो छोड़ने मत भाई। छोड़ने मत दो उसको। अच्छा, जाने मत दो। तुम लोग क्या इसको मैं ये यूनिफॉर्म में क्यों नहीं? कौन है कौन? हीरो है और हम ग्रुप डांसर्स एक ही यूनिफॉर्म में। क्या तमाशा है? तमाशा नहीं है ये, तुम्हें पता ही है यहाँ क्यों है? इसने बोला ये प्रेसिडेंट को मारेगा। अच्छा, कौन सा प्रेसिडेंट? सोसाइटी का प्रेसिडेंट? नहीं, इंडियन प्रेसिडेंट। प्रेसिडेंट को मारने की धमकी दिया तो क्या इसको स्पेशल ट्रीटमेंट मिलेगा? हवा को थोड़ा पास मेरे आने दे। छोड़ मेरे को, तो मैं दिखाता हूँ। आग को तू आज मुझको आग से बुझाने। अरे भाई, ये चूहा क्या मारेगा प्रेसिडेंट को? ये चूहा नहीं, ये तो शेर है। शेर। ഹലോ ഗായ്സ്, പ്രകൃതി രമണീയവും മനോഹരവുമായ ഒരു അരുവിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാലിൽ മീൻ കൊത്തുന്നു ഗായ്സ്. വൈഫ് ഓഫ് സത്യനാഥൻ, അറിയൂ? അതെ. എന്നെ മനസ്സിലായോ? കൊതുകിനെ മരുന്നടിക്കാൻ വന്ന ആളല്ലേ? ഫണ്ണി ഗേൾ. ഷൂ ഇവിടെ ഇരിക്കട്ടെ. യൂട്യൂബ് കാണാറില്ലേ? ഉണ്ട്. എന്നിട്ട് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഗായ്സ്, ഈ കാലഘട്ടത്തിലും എന്നെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പാവം പെൺകുട്ടിയുടെ വീഡിയോ ആണ് ഗായ്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഗായ്സ്, പറയൂ യുവതി, നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്? ഞങ്ങള് ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഓക്കെ, ചില കടക്കാർ ഞങ്ങൾക്ക് സാധനം പോലും തരുന്നില്ല. ഓക്കെ. പിന്നെ ഇത് ആകെയുള്ള വഴി ഈ തോടാണ്. ഓക്കെ. അതിലാണെങ്കിൽ നിറച്ചും പാമ്പ. ആ, പാമ്പോ? ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടണതും വണ്ടി പൊട്ടിത്തെറിക്കുന്നത് കണ്ടവരുടെയൊക്കെ മൊഴി എനിക്കെതിരായി. എൻ്റെ പാവം ഭാര്യ അതിലുണ്ടായിരുന്നു. അവളെ ഞാൻ കൊല്ലുവോ? അതായിരുന്നു എൻ്റെ ന്യായം. പക്ഷെ കോടതി ചെന്നപ്പോൾ ഭാര്യയെ കൊന്ന കൊടുങ്ക്രൂരനായി ഞാൻ ഇനി പുറം ലോകം കാണുമെന്ന് പോലും എനിക്കറിയില്ല. ആ നാട്ടിൽ പോകുമ്പോൾ മോളൊന്ന് കൊണ്ട് കാണിക്കാൻ പറയും. കുട്ടിയെ വേണേ കൊണ്ടൊക്കോ, പിന്നെയും കൂടി തിരിച്ചു കൊണ്ടുവരണ്ട. അല്ലെങ്കിലും ഇതിനിവിടെ വളർത്താനൊന്നും പോകുന്നില്ല. ഏതെങ്കിലും എത്തിങ്കാനെ കൊണ്ടാക്കും. അവൻ ചെയ്തതിന് ഈ കൊച്ചിനോട് പകരം വീട്ടുകയൊന്നുമല്ല. ഇതിനെ കാണുമ്പോൾ ഓരോന്ന് ഓർമ്മ വരിക. മറ്റവന്റെ കൂട്ടുകാരനാ, വേറൊരു ജയിൽ പുള്ളി. അയ്യോ, ഞാൻ ക്രിമിനലല്ല, കരുതൽ തടങ്ക. അല്ല, കരുതൽ മധുരം വേണ്ട. അല്ല, എനിക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് ഒന്നുമില്ല. മധുരം എനിക്ക് ഓക്കെയാണ്. ചായ വേണ്ട എന്നാണ് പറഞ്ഞത്. ആണല്ലേ? ഞാൻ ചുമ്മാ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് ഈ ചായയും കാപ്പിയൊന്നും കുടിക്കുന്ന ശീലം എനിക്കില്ല. പിന്നെ ഈ നമ്മുടെ ഈ ബാലേട്ടൻ കുറച്ച് പൈസയൊക്കെ ഈ കുഞ്ഞിന്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഇവിടെ കിട്ടണ്ടേ. അപ്പൊ കൂട്ടുകാരനൊന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് കുഞ്ഞിന് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യേ. അവന്റെ ഒന്നും ഇവിടെ വേണ്ട. മേലാൽ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരികയും ചെയ്യരുത്, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എനിക്കറിയാം
ഇക്കാളൊരു നിഷ്കുവാണ്. എനിക്കിതുപോലെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ട്രെയിൻ കയറി മരിച്ചുപോയി. ഒരു സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും നിങ്ങളുടെ ആലോചിക്കുമ്പോ എൻ്റെ അമ്മയെ ട്രെയിൻ ഇടിച്ചിട്ടേ കാല് വേറെ കൈ വേറെ തല പാതി വെച്ച് എണിച്ചേ. നേരെ അങ്ങോട്ട് പോയാ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതിലൂടെ അങ്ങോട്ട് പോക്കോ. അല്ലക്ക, നമ്മളൊക്കെ മരിച്ചു പോണ മനുഷ്യന്മാരാന്നുള്ളൊരു ട്വിസ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. വധശിക്ഷ സുപ്രീം കോടതി ശരിവെച്ചു. നേരത്തെ ഹൈക്കോടതിയും വിധി ശരിവെച്ചിരുന്നു. അന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ബസ്സിൽ കയറുന്നവരുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് സ്ഫോടനത്തിൽ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെട്ടിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം 49 പേരാണ് സ്ഫോടനത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ഇവൻ മരിച്ചിട്ടില്ല. ഞാനെന്ന് പറഞ്ഞില്ലേ മുംബൈയിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ച്, അതിനകത്തുള്ളതാ ഇവൻ. പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസല്ലേ? അപ്പൊ എങ്ങനെയാ ഇവ അവിടെ? ഇത് അതുപോലത്തെ വേറെ ആരെങ്കിലും ആയിരിക്കുന്നേ? അല്ലല്ല, ഇതവൻ തന്നെയാ. സത്യവാ, നമുക്ക് നമ്മുടെ പണി ചെയ്യാം. ഇതെന്തോ കുഴപ്പമുണ്ടെന്നേ. ഇതവൻ തന്നെയാ. ഇനി രാഷ്ട്രപതിയുടെ മുന്നിൽ ദയാഹർജി സമർപ്പിക്കുക മാത്രമാണ് ശിക്ഷയിൽ ഇളവ് കിട്ടാൻ ബാലന്റെ മുന്നിലുള്ള ഏക പോംവഴി. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇങ്ങനൊരു കേട്ടുകേൾവി മാത്രം വെച്ചുകൊണ്ടൊരു കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിന് തക്കതായ തെളിവുകളുണ്ടെങ്കിലേ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊക്കെ ഒത്തിരി ടൈം എടുക്കും. നമ്മുടെ ഇപ്പം അത്രയും ടൈമില്ലല്ലോ. ഒരുപക്ഷെ നമ്മളിതൊക്കെ തയ്യാറാക്കി ചെല്ലുമ്പോഴേക്കും ശിക്ഷ നടപ്പാകും. വധശിക്ഷയാണെങ്കിൽ പ്രസിഡന്റ് വിചാരിച്ചാൽ ചിലപ്പോൾ ഇളവ് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ദയാഹർജി കൊടുക്കാൻ ബാലനാരുമില്ല. മോളുടെ പേരിൽ ഹർജി കൊടുക്കാൻ നോക്കിയപ്പോൾ ബാലന്റെ ഭാര്യ വീട്ടുകാരെ ഉടക്കി. അവർ സമ്മതിച്ചില്ല. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞാൻ കുറ്റക്കാരനല്ലെന്ന് എൻ്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ആ സന്തോഷത്തിൽ അങ്ങോട്ട് പോവാ. എന്ന് പോകട്ടെ. ഇക്കൊന്നും പറഞ്ഞില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞോടാ? നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ബാലൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് അയാൾക്ക് കിട്ടിയത്. അയാളുടെ കാര്യം വിട്ടേക്ക്. ഈ കുഞ്ഞിനൊന്നും ഓർത്തൂടെ? ഈ കുഞ്ഞിന് അവളുടെ അച്ഛനെ അവസാനമായിട്ട് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? നമ്മളായിട്ട് അത് തടയരുത്. നിങ്ങൾ ആരും വരണ്ട. ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി അവളുടെ അച്ഛനെ കാണിച്ചിട്ട് ഭദ്രമായി തിരിച്ചിവിടെ കൊണ്ടുവന്നെത്തിക്കാം. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ഇതാരാ? അച്ഛനെ കുറിച്ചപ്പോൾ വന്നേ? അച്ഛനെപ്പ വരുന്നേ? കൂട്ടില്ലേ? അച്ഛൻ മാത്രം ഉമ്മച്ചും കൂട്ടില്ലേ? ഉമ്മച്ചി മരിച്ചുപോയില്ലേ? മരിച്ചു പോയിരുന്നാ? മരിച്ചു പോയാലും ഞാൻ കൂട്ടുന്നുണ്ട്. വിശേഷം പറ. എന്റെ കൂട്ടുകാരൊന്നും എന്നോടിപ്പം ഉണ്ടാറില്ല. കൊച്ചു സ്കൂളിൽ പോകുമ്പോ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ കളിയാക്കും. അതൊന്നും കിട്ടേണ്ട കൊച്ചു വേദനിക്കണ്ടട്ടാ. അച്ഛനൊന്നും ചെയ്തില്ലെന്ന് കൊച്ചിനറിയാലോ. അറിയില്ലേ?
അപ്പോൾ ചിലപ്പോൾ എത്തിങ്ങാനല്ലാക്കും പിള്ളേർക്ക് പഠിച്ചവൻ കൂട്ടിട്ടുണ്ടാവും. എന്ത് വിഷമം വന്നാലും പഠിച്ചവനോട് പറഞ്ഞാൽ മതി, പഠിച്ചവൻ കാക്കും. ചിരിച്ചേ ശരിയല്ലേ? സത്യ നോക്കുന്നു വാങ്ങിച്ചോളൂ.